Hello my dear students, welcome to our botany class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ക്രെബ്സ് സൈക്കിൾ ഓർ TCA സൈക്കിൾ എന്ന് പറയും. TCA സൈക്കിൾ എന്ന് പറയുന്നത് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ക്രെബ്സ് സൈക്കിൾ എന്നറിയപ്പെടാൻ കാരണം ഹാൻസ് ക്രെബ്സ് ആണ് ഈ ഒരു സൈക്കിളിൽ ഇന്ന കോമ്പൗണ്ടുകളാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ക്രെബ്സ് സൈക്കിളിനെ പറ്റി നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം നമുക്കൊന്നും കൂടി ഓർമ്മിച്ച് നോക്കാം. ആൻഡ് വാട്ട് ഈസ് എയ്റോബിക് റെസ്പിറേഷൻ? അല്ലെങ്കിൽ എയ്റോബിക്കലി റെസ്പയറിങ് ഓർഗാനിസങ്ങളുടെ പ്രത്യേകത എന്താണ്? എയ്റോബിക് റെസ്പിറേഷനിൽ അല്ലെങ്കിൽ എയ്റോബിക്കലി റെസ്പയറിങ് ഓർഗാനിസങ്ങളിൽ ദേ യൂസ് ഓക്സിജൻ ഫോർ ഒബ്റ്റെയിനിങ് ദർ എനർജി. അപ്പോൾ എപ്പോഴും എനർജി ATPയുടെ ഫോമിലാണ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? സോ എയ്റോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ. അതായത് എയ്റോബിക്കലി റെസ്പയറിങ് ഓർഗാനിസങ്ങളിൽ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സ്ട്രക്ചർ കോശത്തിലുണ്ടാവും. ആ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് എയ്റോബിക് റെസ്പിറേഷൻ നടക്കുക. കാരണം മൈറ്റോകോൺട്രിയയിൽ ഈ റെസ്പിറേഷൻ നടക്കാൻ അല്ലെങ്കിൽ ATP ഫോം ചെയ്യാനുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റോർ ഹൗസ് ഓഫ് ATP അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ATP മൈറ്റോകോൺട്രിയയിലാണ് നടക്കുക. അതുകൊണ്ടാണ് അതിനെ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നുള്ള പേരിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ മൈറ്റോകോൺട്രിയയിലാണ് ഏത് റെസ്പിറേഷൻ നടക്കുന്നത്? എയ്റോബിക്. കാരണം അതിന് വേണ്ട എൻസൈംസ് എല്ലാം അടങ്ങിയിട്ടുള്ളത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ്. ഇനി ഈ എയ്റോബിക് റെസ്പിറേഷൻ ഇൻക്ലൂഡ്സ് 3 കാര്യങ്ങൾ അതിൽ വരും. ഒന്ന് ഗ്ലൈക്കോളിസിസ്. അതിൻ്റെ ആദ്യത്തെ പടി അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. ആ ഗ്ലൈക്കോളിസിസിലാണ് പൈറൂവിക് ആസിഡ് ഫോം ചെയ്യുന്നത്, അല്ലേ? ഗ്ലൈക്കോളിസിസിൽ നമ്മൾ കണ്ടു ഗ്ലൂക്കോസിൽ നിന്ന് പൈറൂവിക് ആസിഡ് ഫോം ചെയ്യും. എവിടെ വെച്ചിട്ട് അത് നടക്കുക? സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുക, അല്ലേ? ആൻഡ് ദാറ്റ് പൈറൂവിക് ആസിഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം സൈറ്റോപ്ലാസം ടു മൈറ്റോകോൺട്രിയൽ മെട്രിക്സ്. മൈറ്റോകോൺട്രിയയിൽ എത്തും. അപ്പോൾ എയ്റോബിക് റെസ്പിറേഷൻ്റെ പ്രത്യേകത, എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ് ആണ്. അതിനുശേഷമാണ് ഏത് സൈക്കിൾ നടക്കുന്നത്? ക്രെബ്സ് സൈക്കിൾ. ആൻഡ് ദെൻ തേർഡ് സ്റ്റെപ്പ് ടെർമിനൽ ഓക്സിഡേഷൻ. അപ്പോൾ ടെർമിനൽ ഓക്സിഡേഷൻ്റെ സ്റ്റെപ്പിലാണ് മോളിക്യുലാർ ഓക്സിജനുമായിട്ട് പ്രോട്ടോൺസും ഇലക്ട്രോൺസും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് വാട്ടർ ഫോം ചെയ്യുന്ന പ്രോസസ്സും അതിനോടൊപ്പം തന്നെ ATP ഉണ്ടാവുന്നൊരു പ്രോസസ്സും ഒക്കെ ചെയ്യുന്നത്. ടെർമിനൽ ഓക്സിഡേഷനിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ പ്രത്യേകത അവിടെ വരുന്നത്. അപ്പോൾ എയ്റോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്തും കൂടി നടന്നിരിക്കണം? ടെർമിനൽ ഓക്സിഡേഷനും കൂടി നടന്നിരിക്കണം. അപ്പോൾ എയ്റോബിക് റെസ്പിറേഷൻ നടത്തുന്ന ഓർഗാനിസങ്ങളിൽ ഗ്ലൈക്കോളിസിസിലൂടെ ഉണ്ടാവുന്ന പൈറൂവിക് ആസിഡ് ക്രെബ്സ് സൈക്കിളിലേക്ക് എത്തിയിട്ട് ആ ക്രെബ്സ് സൈക്കിളിലൂടെ ഉണ്ടാവുന്ന NADHഉം FADH2ഉം FADH2ഉം NADH+H+ ഇത് രണ്ടും കോ എൻസൈംസ് ആണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് രണ്ടും ടെർമിനൽ ഓക്സിഡേഷൻ പ്രോസസ്സിലേക്ക് വന്നിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് വന്നിട്ട് അതിൻ്റെ പ്രോട്ടോൺസും ഇലക്ട്രോൺസും റിമൂവ് ചെയ്തുകൊണ്ട് അത് അണ്ടർഗോസ് ഓക്സിഡേഷൻ എന്നുള്ളതാണ്, അല്ലേ? ആ ഓക്സിഡേഷൻ പ്രോസസ്സിലൂടെ അതിലെ ATP അതിൽ നിന്ന് ആ ഒരു പ്രോസസ്സിലൂടെ ATP ഫോം ചെയ്യുകയും ചെയ്യും. അതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ വരുന്നത്. അപ്പോൾ 2 ക്രൂഷ്യൽ ഈവൻസ് ആണ് എയ്റോബിക് റെസ്പിറേഷനിലുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറൂവിക് ആസിഡ് ബൈ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഓൾ ഹൈഡ്രജൻ ആറ്റംസ് ലീവിങ് 3 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് പൈറൂവിക് ആസിഡിലെ കാർബണും ഹൈഡ്രജനും ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സാണ് ഏതിൽ വരുന്നത്? എയ്റോബിക് റെസ്പിറേഷനിൽ വരുന്നത്. കംപ്ലീറ്റ് ഓക്സിഡേഷനാണ് പൈറൂവിക് ആസിഡിൻ്റെ നടക്കുന്നത്, അല്ലേ? അതിലെ കാർബണും ഹൈഡ്രജനും ഒക്കെ കംപ്ലീറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് മറ്റ് പുതിയ
പല പ്രോഡക്റ്റുകളുമായിട്ട് മാറി അതിൻ്റെ ഇടയിൽ ATP ഫോം ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എയ്റോബിക് റെസ്പിറേഷനിലുള്ള 2 ക്രൂഷ്യൽ ഇവൻ്റ് എന്ന് പറയുന്നത്, ഒന്ന് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറൂവിക് ആസിഡ്. അത് തന്നെയാണ് എയ്റോബിക് റെസ്പിറേഷൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് നമ്മൾ പറയുന്നത്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്, കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറൂവിക് ആസിഡ് എങ്ങനെ? ബൈ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഓൾ ഹൈഡ്രജൻ ആറ്റംസ്. അതിലെല്ലാ ഹൈഡ്രജൻ ആറ്റംസും റിമൂവ് ചെയ്യപ്പെടുന്നു, അതോടൊപ്പം കാർബണും റിമൂവ് ചെയ്യപ്പെടുന്നു. എങ്ങനെ? ലീവിങ് 3 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അല്ലെങ്കിൽ കാർബൺ എന്തിൻ്റെ ഫോമിൽ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിൽ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. C6H12O6, 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 6H2O പ്ലസ് ATP അല്ലെങ്കിൽ എനർജി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ ഫോമിൽ റിമൂവ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഇവൻ്റ് എന്താണ്? പാസിംഗ് ഓഫ് ഇലക്ട്രോൺസ് റിമൂവ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഈ ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് അവരെന്ത് ചെയ്യും? അവർ മോളിക്കുലാർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ത് ഫോം ചെയ്യാനാണ്? വാട്ടർ ഫോം ചെയ്യാൻ. അതോടൊപ്പം എന്തും ഫോം ചെയ്യും? ATP ഫോം ചെയ്യും. പാസിംഗ് ഓഫ് ഇലക്ട്രോൺസ് റിമൂവ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ടു മോളിക്കുലാർ ഓക്സിജൻ. അതായത് മോളിക്കുലാർ ഓക്സിജനുമായിട്ട് ഈ ഹൈഡ്രജൻ ആറ്റംസിൻ്റെ ഓടൊപ്പം തന്നെ റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസും ആ പ്രോട്ടോൺസും കൂടി ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? വാട്ടർ ഫോം ചെയ്യും. ടു മോളിക്കുലാർ ഓക്സിജൻ ഫോമിങ് H2O എന്ന് പറയാം. H2O വിത്ത് ദ ഫോമേഷൻ ഓഫ് ATP ഓൾസോ. അപ്പോൾ ഇതാണ് 2 ക്രൂഷ്യൽ ഈവൻസ് എവിടെ നടക്കുന്നത്? എയ്റോബിക് റെസ്പിറേഷനിൽ നടക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു ഈവൻ്റാണ് ക്രെബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം വരുന്ന ഈവൻ്റാണ് ഏത്? ക്രെബ്സ് സൈക്കിൾ. അപ്പോൾ നമുക്ക് ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ? ക്രെബ്സ് സൈക്കിള് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത്, ക്രെബ്സ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലൈക്കോളിസിസിലൂടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിട്ടുള്ള പൈറൂവിക് ആസിഡിൻ്റെ മാറ്റത്തോടു കൂടിയാണ് അല്ലേ? അപ്പോൾ പൈറൂവിക് ആസിഡിന് എന്ത് സംഭവിക്കുന്നു? പൈറൂവിക് ആസിഡ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. പൈറൂവിക് ആസിഡിന് എന്ത് സംഭവിക്കുകയാണ്? 3 കാർബണുള്ള പൈറൂവിക് ആസിഡിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ പ്രോസസ്സിലേക്ക് എത്തിപ്പെടുകയാണ്. ഓക്സിഡേഷനും നടക്കും, അതോടൊപ്പം തന്നെ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിൽ റിമൂവ് ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ റിമൂവ് ചെയ്യപ്പെടുന്ന ഹൈഡ്രജൻ ആറ്റംസിനെ വാങ്ങാനായിട്ട് ഹൈഡ്രജൻ ആറ്റംസും അതോടൊപ്പം ഇലക്ട്രോൺസും റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഹൈഡ്രജൻ ആറ്റംസ് എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ്ഡ് ഫോം ആയിട്ടുള്ള കോവൻസൈം ആയിട്ടുള്ള NADയോടുകൂടി ജോയിൻ ചെയ്തുകൊണ്ട് NAD അതിനെ വാങ്ങിയിട്ട് റെഡ്യൂസ്ഡ് ഫോം ആയിട്ടുള്ള NADH++H+ ആയിട്ട് മാറുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നു. അതോടൊപ്പം കോഎൻസൈം A എന്ന് പറയുന്ന ഒരു എനർജി റിച്ച് കോമ്പൗണ്ടായിട്ട് ഉള്ളൊരു കോമ്പിനേഷനും കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ പൈറൂവിക് ആസിഡ് 3 കാർബൺ ആറ്റമാണ്. ആ 3 കാർബൺ ആറ്റമായിട്ടുള്ള പൈറൂവിക് ആസിഡ് ഈ ഓക്സിഡേഷനും ഡീകാർബോക്സിലേഷനും നടന്നുകൊണ്ട് കോഎൻസൈം A ആയിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് അസിറ്റൈൽ കോഎൻസൈം A എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലിങ്ക് റിയാക്ഷൻ എന്നാണ് ഇതിനെ പറയുക. അതായത് ലിങ്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈക്കോളിസിസിനെയും ക്രെബ്സ് സൈക്കിളിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഇത്. പൈറൂവിക് ആസിഡ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ടു ഫോം അസിറ്റൈൽ കോഎൻസൈം A എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറലി ക്രെബ്സ് സൈക്കിൾ തുടങ്ങുന്നത് അസിറ്റൈൽ കോഎൻസൈം Aയിൽ നിന്നാണ്. ഈ ഒരു സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യാനുള്ള ഒരു എൻസൈം ഉണ്ട്, പൈറൂവിക്
ഡീഹൈഡ്രോജനേസ് എന്ന് പറയും. അപ്പോൾ പൈറുവിക് ആസിഡ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ടു ഫോം അസറ്റൈൽ കോഎൻസൈം എ. ഇനി അപ്പോൾ ഇവിടെ 2 കാർബണായി. ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിൽ പോയി. അപ്പോൾ അസറ്റൈൽ കോഎൻസൈമിക്ക് ഇപ്പോൾ ഉള്ളത് 2 കാർബണാണ്. 2 കാർബണുള്ള അസറ്റൈൽ കോഎൻസൈമെ 4 കാർബണുള്ള ഓക്സലോ അസറ്റിക് ആസിഡുമായിട്ട് കണ്ടൻസേഷൻ പ്രോസസ്സ് വരികയാണ്. H2O വാട്ടർ മോളിക്യൂൾ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കണ്ടൻസേഷൻ പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. 2 കാർബണുള്ള അസറ്റൈൽ കോഎൻസൈമെ ആൻഡ് 4 കാർബൺ ഓക്സലോ അസറ്റിക് ആസിഡ്. അപ്പം 4 കാർബൺ പ്ലസ് 2 കാർബൺ എന്ന് പറയുമ്പോൾ 6 കാർബൺ വരുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവുകയാണ്. അതാണ് ഏത്? സിട്രിക് ആസിഡ്. അപ്പോൾ ക്രെബ്സ് സൈക്കിൾ തുടങ്ങുമ്പോൾ അസറ്റൈൽ കോഎൻസൈമെ കണ്ടൻസസ് വിത്ത് ഓക്സലോ അസറ്റിക് ആസിഡ് ടു ഫോം 6 കാർബൺ സിട്രിക് ആസിഡ്. അപ്പോൾ കോഎൻസൈമെ അവിടെ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇത് ഒരു എൻസൈമിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. സിട്രേറ്റ് സിന്തറ്റേസ് എന്ന് പറയും. ആൻഡ് ദെൻ സിട്രിക് ആസിഡ് in the next step undergoes oxidative decarboxylation to form alpha ketoglutaric acid. സിട്രിക് ആസിഡ് എന്തായിട്ട് മാറുകയാണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ അണ്ടർഗോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കാർബൺ സിട്രിക് ആസിഡിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിൽ പോവും. അതോടൊപ്പം ഓക്സിഡേഷനും നടക്കുകയാണ്. ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വാങ്ങുന്നത് വീണ്ടും ആരാണ്? NAD ആണ് വാങ്ങുന്നത്. കോഎൻസൈം NAD വാങ്ങിയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് NADH++H+ ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് ഇപ്പോൾ എത്ര കാർബണായി? 5 കാർബണായിട്ട് മാറി. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദിസ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് is changed into succinyl coenzyme A എന്ന് പറയും. It is changed into succinyl coenzyme A. അപ്പോൾ സക്സിനൈൽ കോഎൻസൈം എ എന്ന് പറയുമ്പോൾ അതിന് 4 കാർബണാണ്. 5 കാർബണുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് 4 കാർബണുള്ള സക്സിനൈൽ കോഎൻസൈം എ എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലും ഇവിടെ നിങ്ങൾക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു സ്റ്റെപ്പിൽ എന്ത് വരികയാണ്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പോൾ റിമൂവ് ചെയ്യുന്ന ഹൈഡ്രജൻ ആര് വാങ്ങുകയാണ്? NAD+ എടുത്തിട്ട് ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു NADH. ഓക്കെ, കാർബോക്സിലേഷൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിൽ ഇവിടെ റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഒരു കാർബൺ റിമൂവ് ചെയ്യപ്പെടുകയാണ് ഇൻ ദി ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിനോടുകൂടി ആ സ്റ്റെപ്പിൽ ഒരു കോ എൻസൈം എയുടെ കോമ്പിനേഷനും കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇത് സക്സിനൈൽ കോ എൻസൈം എ എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് മാറുന്നത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് സക്സിനൈൽ കോ എൻസൈം എ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സക്സിനിക് ആസിഡ്. ആ കോ എൻസൈം എ അവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് എനർജി കിട്ടുന്നുണ്ട്. ആ എനർജി കിട്ടുന്നത് ഉപയോഗിച്ചിട്ട് GDP ഫോസ്ഫൈറ്റുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറുന്നു? GTP ആയിട്ട് മാറുകയാണ്. ആക്ച്വലി പിന്നീട് ഈ GTP അതിൻ്റെ ഒരു ഫോസ്ഫൈറ്റ് ഗ്രൂപ്പ് ADPക്ക് കൊടുത്തുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഈ ഒരു സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുന്നത്? ATP ആണ് ഉണ്ടാവുന്നത്. ഡയറക്റ്റ് ആയിട്ട് ATP ആയിട്ടല്ല വരുന്നത്. ആദ്യം ഫോം ചെയ്യുന്നത് GTP ആണ്, ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ ഈ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് പിന്നീട് അതിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആർക്ക് കൊടുക്കും? ADPക്ക് കൊടുക്കും. അപ്പോൾ ADPയോട് കൂടി ആ ഫോസ്ഫേറ്റ് കമ്പൈൻ ചെയ്ത അൾട്ടിമേറ്റ്ലി ഫോം ചെയ്യുന്നത് എന്താണ്? ATP ആണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എന്ത് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ATP. ഇതിനെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. അതായത് ഈ ഒരു സബ്സ്ട്രേറ്റ് മറ്റൊരു കോമ്പൗണ്ട് ആവുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് ATP ഫോം ചെയ്യാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അതായത് ഒരു സബ്സ്ട്രേറ്റിൽ നിന്നുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് ATP ഫോം ചെയ്യാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് പറയും? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ സബ്സ്ട്രേറ്റ് ക്രെബ്സ് സൈക്കിളിൽ
സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പാണ് പറയേണ്ടത്, സക്സിനൈൽ കോഎൻസൈമേറ്റ് ടു സക്സിനിക് ആസിഡ്. ഇനി നിങ്ങൾ നോക്കൂ, നെക്സ്റ്റ് സ്റ്റെപ്പ് സക്സിനിക് ആസിഡ്. അപ്പോൾ 4 കാർബൺ തന്നെ, അതിന് പിന്നീട് മാറ്റമൊന്നുമില്ല, ഡികാർബോക്സിലേഷൻ പ്രോസസ്സ് ഒന്നും പിന്നീട് നടന്നിട്ടില്ല. സക്സിനിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഫ്യൂമാരിക് ആസിഡ്. അവിടെ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ആ റിമൂവ് ചെയ്യപ്പെടുന്ന ഹൈഡ്രജനെ ആരാണ് വാങ്ങുന്നത്? NAD അല്ല ഇവിടെ വാങ്ങുന്നത്, FAD ആണ്, ഫ്ലേവിൻ അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ് എന്ന് പറയും. എന്താ പേര്? ഫ്ലേവിൻ, FLAVINE, ഫ്ലേവിൻ അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ് എന്ന് പറയും. എന്നിട്ട് എന്തായിട്ട് ഫോം ചെയ്യാണ്? FADH2, റെഡ്യൂസ്ഡ് ഫോം ആയിട്ടുള്ള FADH2 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴും കാർബൺ ആറ്റത്തിന് 4 കാർബൺ തന്നെ, മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്യൂമാരിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു മാലിക് ആസിഡ്. അതും 4 കാർബൺ തന്നെ. ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് മാലിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഓക്സാലോ അസറ്റിക് ആസിഡ് അഗെയിൻ. ഓക്കെ, അവിടെ ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ? ആ ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുമ്പോഴാണ് ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്നു, NAD അത് വാങ്ങിയിട്ട്, അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ഫോമിലുള്ള NADയോട് കൂടി ആ ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറുന്നു? NADH++H+ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാലിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഓക്സലോ അസറ്റിക് ആസിഡ്. ആ ഒരു എവിടെ നിന്ന് ഏത് കോമ്പൗണ്ടാണോ എടുത്തത് അതിലേക്ക് തിരിച്ചെത്തി. അതുകൊണ്ടാണ് നമ്മളിതിനെ ഒരു സൈക്കിൾ എന്നുള്ള പേരിൽ പറയുന്നത്. അപ്പോൾ ക്രെബ്സ് സൈക്കിൾ ആക്ച്വലി സ്റ്റാർട്ട്സ് വിത്ത് ദി കോമ്പൗണ്ട് അസറ്റൈൽ കോഎൻസൈം എ. എങ്ങനെയാണ് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടാവുന്നത്? ഗ്ലൈക്കോളിസിസിൽ നിന്ന് ഫോം ചെയ്യുന്ന പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറുന്നു. അപ്പോൾ പൈറൂവിക് ആസിഡ് ഇങ്ങനെ അതിൻ്റെ കാർബണും ഹൈഡ്രജനും ഒക്കെ റിമൂവ് ചെയ്തിട്ട് പല പല കോമ്പൗണ്ടുകളായിട്ട് മാറുകയാണ്. അപ്പോൾ പൈറുവിക് ആസിഡ് പിന്നെ ഇല്ല, അതിലുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് പുതിയ പുതിയ കോമ്പൗണ്ടുകളായിട്ട് മാറുകയാണ്. പൈറുവിക് ആസിഡിൻ്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ അവിടെ നടക്കുകയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഹൈഡ്രജനും ഒക്കെ റിമൂവ് ചെയ്യപ്പെടുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിലൊക്കെ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറുന്നു. ക്രെബ്സ് സൈക്കിളിൽ എൻട്രി ചെയ്യുമ്പോൾ അസറ്റൈൽ കോഎൻസൈം എ condenses with oxaloacetic acid to form citric acid. Citric acid is converted into alpha ketoglutaric acid. Alpha ketoglutaric acid is converted into succinyl coenzyme A. Succinyl coenzyme A is converted into succinic acid. Succinic acid undergoes oxidation to form fumaric acid. Fumaric acid is converted into malic acid. Malic acid is converted to oxaloacetic ആസിഡ് അഗെയിൻ. ഇതാണ് ക്രെബ്സ് സൈക്കിൾ. അപ്പോൾ ഈ ക്രെബ്സ് സൈക്കിൾ മാത്രമായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര NADH ഫോം ചെയ്തിട്ടുണ്ട്, എത്ര ATP ഫോം ചെയ്തിട്ടുണ്ട്, എത്ര FADH2 ഫോം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുത്തരായിരിക്കും പറയുക? ക്രെബ്സ് സൈക്കിൾ മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര NADH? 1, 2, 3 അല്ലേ? എത്ര NADH ഫോം ചെയ്തു? 3 NADH++H+ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര FADH2 ഫോം ചെയ്തിട്ടുണ്ട്? 1 FADH2 ഫോം ചെയ്തിട്ടുണ്ട്. എത്ര ATP ഫോം ചെയ്തിട്ടുണ്ട്? 1 ATP അല്ലേ? അപ്പോൾ ക്രെബ്സ് സൈക്കിളിൽ ഫോം ചെയ്യുന്ന NADH എന്ന് പറയുന്നത് 3 NADH, 1 FADH2, 1 ATP. അതോടൊപ്പം ഈ ഒരു ലിങ്ക് റിയാക്ഷനും കൂട്ടിയിട്ട് ഈ ഹോൾ ആയിട്ടുള്ള ഈ ഒരു സൈക്കിളിൽ പ്ലസ് ലിങ്ക് റിയാക്ഷൻ, ക്രെബ്സ് സൈക്കിൾ പ്ലസ് ലിങ്ക് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു NADH കൂടി ഇവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇത് ക്രെബ്സ് സൈക്കിളിൽ നിന്ന് ഫോം ചെയ്യുന്നത് ലിങ്ക് റിയാക്ഷനിൽ എത്ര NADH വരുന്നുണ്ട്? 1 NADH. ഓക്കെ, ഇതും കൂടി നിങ്ങളുടെ മനസ്സിൽ വെക്കാം. അപ്പോൾ ദിസ് ഇസ് അബൌട്ട് ക്രെബ്സ് സൈക്കിൾ ഓർ TCA സൈക്കിൾ എന്ന് പറയും. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, TCA ക്രെബ്സ് സൈക്കിൾ ഓർ TCA സൈക്കിൾ എന്ന് പറയും. എന്തൊക്കെയാണ്? പൈറുവിക് ആസിഡ്, ദെൻ അസറ്റൈൽ കോഎൻസൈം A,
then citric acid, alpha ketoglutaric acid, then succinyl coenzyme A, succinic acid, fumaric acid, malic acid, oxaloacetic acid. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട്. സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ ഓർ ക്രെബ്സ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിൾ എന്നുള്ളൊരു പേരും കൂടി നമ്മൾക്കിതിന് പറയാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോംഡ് പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആയതുകൊണ്ട് സിട്രിക് ആസിഡ് സൈക്കിൾ എന്നുകൂടി ഇതിനൊരു പേര് വരുന്നുണ്ട്. ഓക്കെ, നോക്കൂ, പൈറൂവിക് ആസിഡ് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പൈറൂവിക് ആസിഡ് ആണ്. 4NAD അല്ലേ, റെഡ് ഓക്സിഡൈസ്ഡ് ഫോം ആയിട്ടുള്ള 4 NAD ഇവിടെ വരുന്നുണ്ട്. FAD ഒരെണ്ണാണ്. ഓക്കെ, 2H2O, ADP, ഇനോർഗാനിക് ഫോസ്ഫേറ്റ്, ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ് ഈ സൈക്കിളിന്. മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിൽ വെച്ച് നടക്കുന്നു. അതേപോലെ തന്നെ അതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് വീണ്ടും ഇവിടെ കാണിക്കുന്നത്. മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിൽ വെച്ച് നടന്നിട്ട് ഇതിൽ നിന്ന് ഫോം ചെയ്യുന്നത് 3 molecules ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 4 NADH ഉണ്ടാവുന്നു, ഒരു FADH2 ഉണ്ടാവുന്നു അല്ലേ, 4 ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അതേമാതിരി തന്നെ ATPയും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ 2H2O എന്ന് പറയുന്നത് ഒരു H2O കണ്ടൻസേഷന് വേണ്ടിയിട്ട് അസറ്റൈൽ കോഎൻസൈമെയും ഓക്സലോഅസറ്റിക് ആസിഡും കണ്ടൻസ് ചെയ്യുന്ന ആ കണ്ടൻസേഷൻ ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതേമാതിരി തന്നെ ഫ്യൂമാരിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു മാലിക് ആസിഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ടെക്സ്റ്റിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് അബൌട്ട് ക്രെബ്സ് സൈക്കിൾ or TCA cycle or citric acid cycle. Thank you.